പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഉച്ചത്തിൽ കരയാൻ അറിയത്തില്ല, ഉച്ചത്തിൽ സ്തുതിക്കാനും അറിയത്തില്ല. ചിലരുടെയെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറയട്ടെ, ഒരു പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ 1.5 മണിക്കൂർ ദൈവസ്ഥാനത്ത് ചെലവഴിക്കുമ്പോൾ അതിനകത്ത് ചില നിമിഷങ്ങളെങ്കിലും ഉച്ചത്തിൽ നിലവിളിക്കുവാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ കാണുവാൻ സാധിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഞാൻ പോലും അറിയത്തില്ല. എനിക്ക് ശക്തിയില്ലാതെ വരുന്ന സമയത്ത് വാവിട്ട് ഞാൻ നിലവിളിച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട്. ഓൺ ദ സ്പോട്ടിൽ ഞാൻ മിറക്കിൾ കണ്ടു. ഇന്നും ഞാൻ പറയുന്നു, എൻ്റെ കഴിവുകൊണ്ടല്ല, ദൈവം എന്നെ ആ ഒരവസ്ഥയിലേക്ക് ദൈവം എന്നെ നടത്തിയതാ. ഞാൻ ഓർപ്പിക്കട്ടെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണമെങ്കിലും ഒരു സാധാരണപ്പെട്ട ദൈവപൈതലിനെ കൊണ്ട് പറ്റത്തില്ല. ചില നാളുകൾക്ക് മുമ്പ് ഒരു ദൈവദാസനോട് പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നില്ല. ഞാൻ ഓർത്തെൻ്റെ ദൈവമേ, നീ എന്നോട് കാണിച്ച കരുണ എത്ര വലുതാ. ഉള്ളമൊന്ന് തകരുവാൻ ദൈവം എന്നോട് കരുണ കാണിക്കുന്നത്, അതിൽ കൂടെ നിലവിളിയുടെ ശബ്ദമുയരുവാൻ ഇടയായിത്തീരുന്നത് ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ കാണുന്നത് മടിക്കരുത്. ഏതെങ്കിലും പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ വാവിട്ട് നിലവിളിച്ചോണം. വാവിട്ട് നിലവിളിക്കുവാൻ ദൈവം തരുന്ന അനുകൂല സാഹചര്യം ഒരുക്കണം.